എടാ നീ ഇങ്ങനെ എതിരാത്ത മരുതു എന്താടാ, എന്ത് പറ്റണ നിനക്ക്? എന്താടാ ഇത്? തവളെ വിഴിഞ്ഞ പാമ്പിനെ പോലെ വീർത്തു പോയല്ലോടാ. സ്വാമി നമുക്ക് എല്ലാവർക്കും കൂടെ തന്ന ഒരു പഴമില്ലേ, അത് ഞാൻ ഒറ്റയ്ക്ക് നിന്നടാ. അങ്ങനെയാ? എടാ പാവി, ഞാൻ ചെയ്ത പാപത്തിന് എനിക്ക് തക്ക ശിക്ഷ കിട്ടിയടാ. മരുതു വിഷമിക്കണ്ടടാ, നിന്നെ എങ്ങനെയെങ്കിലും ഞങ്ങൾ രക്ഷിക്കടാ. എന്നെ രക്ഷപ്പെടുത്താൻ നോക്കണ്ടടാ. നിന്നെ ഞങ്ങള് വിചാരിച്ചാലല്ല, ആ പഴം തന്ന സ്വാമി വിചാരിച്ചാൽ പോലും രക്ഷിക്കാൻ പറ്റില്ലടാ മോനെ. ഡേയ്, അവൻ ആകെ വിഷമിച്ചിരിക്കുക, അതിന്റെ ഇടയിൽ നീയും കൂടെ അവനെ. കിട്ടുന്നതിൽ പങ്ക് കുറഞ്ഞതിൽ നിറയ്ക്കൂ. അയ്യോ, വാതിലടഞ്ഞു പോയല്ലോ മരുതേ. വൈദി, വൈദ്യ നീ പോയോടാ? എന്താടാ ഇങ്ങനെയല്ല നടക്കുന്നത്? എല്ലാരും എന്നെ വിട്ടിട്ട് പോവുകയാണല്ലോ. ദൈവമേ, ഞാൻ എന്ത് തെറ്റ് ചെയ്തു? എന്തിനാ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? ഞാൻ എന്ത് പാപം ചെയ്തു? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഉയിരിന്നുയിരേ എന്തു ചെയ്വാ, ഇന്നിപ്പോൾ ഇഷ്ടമായി എന്തു ചൊല്ലാ. ഉയിരിന്നുയിരേ എന്തു ചെയ്വാ, ഇന്നിപ്പോൾ ഇഷ്ടമായി എന്തു ചൊല്ലാ. ഊരിലാകെ നീ ഓടിയേകനായോ, ഇനി നിന്നെ ഓർത്തു നീ തളർന്നു കിടപ്പായോ. നന്മകളാൽ തിന്മകളാൽ ചെയ്തതെല്ലാം ഇനി ഓർമ്മയല്ലേ. ഉയിരിന്നുയിരേ എന്തു ചെയ്വാൻ, ഇന്നിപ്പോൾ ഇഷ്ടമായി എന്തു ചൊല്ലാൻ. വിധിച്ച വിധി ദൂരെ പോട്ട് ഉണരു നീ. വിജയ വഴിയൊന്നു വേറെ ഓതിടാം. കണക്കിൽ പതറാതെ പോയാ, മനസ്സു തളരാതെ പോയാ, പലതും തരമാകുവേ. പുതിയ നാളിന്റെ പൂക്കളെ കിടാം കണ്ണാ. ഉയിരിന്നുയിരേ എന്തു ചെയ്വാ, ഇന്നിപ്പോൾ ഇഷ്ടമായി എന്തു ചൊല്ലാൻ.
മനസ്സിനഴൽ ദൂരെ നീക്കി ചിരിച്ചിടാൻ, മുഖത്തെ മുഖം മൂടിയാക്കി മറച്ചിടാൻ, മഴയിൽ കുടയായി മാറ്, വിശപ്പിനമൃതായി മാറ്, ഇനി നിന്റെ ദിനമാകുമേ, നിന്നിലാരെന്നു നീ അറിഞ്ഞുവോ കണ്ണ, ഉയിരിന്നുയിരേ എന്തു ചെയ്യുവാൻ, ഇന്നിപ്പോൾ ഇഷ്ടമായെന്തു ചൊല്ലാൻ, ഊരിലാകെ നീ ഓടിയേകനായോ, ഇനി നിന്നെ ഓർത്തു നീ തളർന്നു കിടപ്പായോ, നന്മകളാൽ തിന്മകളാൽ ചെയ്തതെല്ലാം ഇനി ഓർമ്മയല്ലേ, ഉയിരിന്നുയിരേ എന്തു ചെയ്യുവാൻ, ഇന്നിപ്പോൾ ഇഷ്ടമായി എന്തു ചൊല്ലാൻ. സ്വാമി, ഒരു മനുഷ്യൻ ഇങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് അങ്ങ് പറഞ്ഞു തന്നു. എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി സ്വാമി. ഏ ഏ ഏ വൈദ്യ 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 എന്താ? വൈദ്യ നിനക്കൊന്നും പറ്റില്ലല്ലോ? ഇല്ല. ഡാ, ഞാൻ ഓരോന്ന് ചോദിക്കുമ്പോ നീ എവിടെയാ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? വൈദ്യ വാടാ പോവാ. ഒരു നിമിഷം കൊണ്ട് ഞാൻ എന്തുമാത്രം ഉരുകിപ്പോയെന്നറിയോ? ആട്ടെ, നീ എങ്ങനെ ഇവിടെ വന്ന? വൈദ്യ എന്താ ഇത്? നമുക്ക് വേണ്ടടാ. വൈരം കണ്ട് നിനക്ക് ബുദ്ധിഭ്രമം വന്നുപോയല്ലേ? ആദ്യം നമുക്ക് സ്വാമിയുടെ മാല കണ്ടുപിടിക്കാൻ നോക്കാം, അതിനുശേഷം മറ്റെന്തെങ്കിലും ആലോചിക്കാം. എന്താ മാലയോ? അത് കണ്ടുപിടിച്ചു കൊടുത്താ ആ സ്വാമി എന്ത് തരും? ചെറിയൊരു ഭസ്മഡപ്പി തുറന്നിട്ട് നെറ്റിയുമൊന്ന് വരവരച്ചു വിടുമായിരിക്കും. വായ തുറക്കാൻ പറഞ്ഞിട്ട് വായിൽ ഒരു നുള്ളു ഭസ്മം വിട്ടു തരും. ദാരിദ്ര്യം പിടിച്ച ഭിക്ഷക്കാരൻ ചെറുക്ക. എന്താടാ നീ ഇങ്ങനൊക്കെ പറയുന്നേ? പിന്നെന്താടാ, കൺമുന്നിൽ കണ്ട വൈരം കളഞ്ഞിട്ട് അതും കയ്യിലെടുക്കാൻ പറ്റുന്ന രീതിയിൽ. ഇതെല്ലാം വിട്ടിട്ട് സ്വാമി പോലും മാല പോലും അത് തേടി വെറുതെ പോണോ? പോടാ വട്ട് പിടിച്ചോനെ. നീ എന്തൊക്കെയാ നോക്ക്, ഞാനാ ഇതാദ്യം കണ്ടത്. അതുകൊണ്ട് എനിക്ക് 60%, നിനക്ക് 40%. എന്ത് പറയുന്നു? എന്താടാ നീ വ്യാപാരി പോലെ സംസാരിക്കുന്നേ? ഞാൻ നിന്റെ ഫ്രണ്ടാടാ. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് വലിയ ടൈറ്റാനിക് ഷിപ്പ്. എടുത്ത് കടലിൽ കളയടാ, അതങ്ങ് മുങ്ങിക്കോളും. അപ്പൊ കുട്ടിക്കാലം മുതൽ നമ്മൾ തമ്മിൽ ഒന്നും ഉണ്ടായിരുന്നില്ലടാ. ഇപ്പൊ നമുക്കിടയിൽ ഒന്ന് മാത്രമേ ഉള്ളൂ, ഈ വൈരം മാത്രം. വേണടാ വൈദ്യ, വലിയ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പോയത് കൊണ്ടാ ഭരതും ഗോവിന്ദും നമ്മളെയൊക്കെ വിട്ടുപോയത്. ആ ചെകുത്താന്മാര് പോയത് കൊണ്ട് ഞാൻ സന്തോഷിച്ചിരിക്കുക. അത് കെടുത്താൻ നോക്കണ്ട. നീ എന്ത് പറഞ്ഞാലും ശരി, നിന്നെ ഇത് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. മര്യാദയ്ക്ക് വൈരം താഴെ കളഞ്ഞിട്ട് വന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞ കേക്കില്ലല്ലേ? വേണമെന്ന് വിചാരിച്ചല്ലടാ, ഒരു ആവേശത്തിൽ അടിച്ചു പോയതാ. എന്നോട് ക്ഷമിക്കണ നീ.
നീയും നഷ്ടപ്പെടരുതെന്ന് വിചാരിച്ചാണ് ഞാനത് ചെയ്തത്. നമ്മൾ പുറപ്പെട്ടത് പണത്തിന് വേണ്ടി തന്നെ. എന്നാൽ ഇപ്പോൾ അതെന്റെ മനസ്സിലില്ല. നമുക്ക് തിരിച്ചു എന്നെ നീ അടിച്ചുവല്ലേ റാസ്കൽ. 4-3 3-2 സന്തോഷിച്ച് ഞാൻ ഇപ്പൊ തീരുമാനിക്കും. 2 അല്ല, 1 പങ്ക് തന്നെ. അതും എനിക്ക്. ഒഴിഞ്ഞു പോടാ നായ. ആ സ്വാമിയുടെ മാല എവിടെന്ന് നീ തന്നെ കണ്ടുപിടിക്ക്. നല്ലോണം കണ്ടുപിടിക്ക്. പോടാ. നിറയെ വൈരങ്ങൾ. എല്ലാം എനിക്ക് തന്നെ. നിങ്ങളെല്ലാം ഇനി എനിക്ക് മാത്രം സ്വന്തം. ഇതെല്ലാം ഒരുമിച്ചല്ലേ വെച്ചിരുന്നത്? തിരികെ വെച്ചേക്കാം. ഇതെന്താ ഇങ്ങനെ? ആരാവിടെ ചിരിക്കുന്നത്? ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത്? എന്തായിരിക്കും പറ്റുന്നത്? എനിക്ക് പേടിയായി. നിൽക്കവിടെ. നിന്നെപ്പോലെ വൈരത്തിന് ആഗ്രഹിച്ച് രൂപം നഷ്ടപ്പെട്ടവനാണ് ഞാൻ. അയ്യോ, എന്നെ രക്ഷിക്കാൻ ആരുമില്ലേ? നീ എത്ര ഉറക്കെ വിളിച്ചാലും അതാരും കേൾക്കില്ല. അഥവാ നീ വെളിയിൽ പോയാൽ നീ കാറ്റിലലിഞ്ഞില്ലാതാകും. അത്യാഗ്രഹം
ആപത്താണെന്നറിയുക. സ്വാമി നമ്മളെ കൈവിട്ടില്ല. ഞങ്ങൾ തേടി വന്ന രുദ്രാക്ഷമാല ഇപ്പൊ കൈയെത്തുന്ന ദൂരത്തുണ്ട്. ഈശ്വര, നിനക്ക് നന്ദിയുണ്ട്. ആദ്യം എനിക്ക് മറുപടി പറ. ആരാ നീ? ആ മാലയിൽ ആര് കൈവച്ചാലും അവന്റെ ജീവൻ എന്റെ കയ്യിൽ. ജീവൻ പോയാലും മാല എടുക്കാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. എങ്കിലതൊന്ന് കണ്ടുകളയാം. നോക്ക്. നേരട്ടയ്ക്ക് കയ്യും കാലും വെച്ചതുപോലെ ഇരുന്നിട്ട് എന്നെ അടിക്കുന്നോ നീ? വാടാ വാ. എന്താടാ സ്റ്റെപ്പ് വെച്ച് കളിക്കുന്നത്? കണ്ടോ? കൊതുക് പോലിരുന്നിട്ട് എന്റെ ദേഹത്ത് കൈവെക്കുന്നോ? നീ ചത്തടാ. നീ ജീവനോടെ ഇവിടുന്ന് പോകില്ല.
സ്വാമി, അങ്ങ് വന്നോ? അതെ, ഇതാ സ്വാമി, സ്വാമി പറഞ്ഞ രുദ്രാക്ഷമാല. വളരെ നല്ലത്. എന്നെ തേടി വന്നവരെ സഹായിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. അതിന് നിങ്ങൾ അർഹരാണോ എന്നറിയുന്നതിനു വേണ്ടി ഞാൻ ചില പരീക്ഷണങ്ങളും വെച്ചു. അതില് മറ്റു 3 പേരും അത്യാഗ്രഹവും സ്വാർത്ഥതയും കൊണ്ടില്ലാതായി. നീ അതിൽ വിജയിച്ചിരിക്കുകയാണ്. ശരി, എന്റെ കൂടെ വാ. വിശ്വനാഥ, ഞാൻ നിനക്ക് നൽകുന്ന സമ്മാനം ഈ സ്വർണ്ണ വീട്. എടുത്തുകൊള്ളൂ. സ്വാമി, എനിക്ക് വേണ്ടതെല്ലാം ഗുഹയിൽ നിന്ന് തന്നെ കിട്ടി. എനിക്കിനി ഒന്നും വേണ്ട. എന്താ നീ പറയുന്നത് വിശ്വനാഥ? എനിക്ക് നിന്നെ വെറും കൈയോടെ അയക്കാൻ ഇഷ്ടമല്ല. വെറും കൈയോടെ പോവുമല്ല സ്വാമി. സത്യമേ വിജയിക്കൂ. കഷ്ടപ്പെടുന്നതേ നിലനിൽക്കുന്നു മനസ്സിലായി. എനിക്ക് തന്നെ ഒരു വിശ്വാസമുണ്ടായി സ്വാമി. എനിക്ക് ഈ സ്വർണ്ണ കൊട്ടാരം വേണ്ട. എനിക്ക് താമസിക്കാനുള്ള വീട് ഞാൻ തന്നെ സമ്പാദിച്ചുണ്ടാക്കും. ഞാൻ തേടിപ്പോയ ജോലി എനിക്ക് കിട്ടിയില്ലെങ്കിലും എന്നെ തേടി വരുന്ന ജോലി എനിക്ക് ചെയ്ത് ജീവിക്കാൻ പറ്റുന്നുള്ള വിശ്വാസം എനിക്ക് വന്നു സ്വാമി. കഷ്ടപ്പെടാതെ കിട്ടുന്നതൊന്നും എനിക്ക് വേണ്ട സ്വാമി, വേണ്ട. നീ ഈ മാല ഇവിടെ കൊണ്ടുവരാൻ കാടും മലയും എല്ലാം കയറി ഒരുപാട് കഷ്ടപ്പെട്ടില്ലേ മകനെ? അത് കഷ്ടപ്പാടല്ല സ്വാമി, അത്യാഗ്രഹം. മാല അന്വേഷിച്ചു പോന്ന 4 പേരിൽ ഒരാൾ മാത്രമേ തിരിച്ചു വരുന്ന സ്വാമി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ആ ഗുഹയിൽ പോവില്ലായിരുന്നു. എനിക്കെന്റെ കൂട്ടുകാർ നഷ്ടപ്പെടില്ലായിരുന്നു. എന്നാൽ ജീവിക്കാൻ പണം വേണ്ടേ വിശ്വനാഥ? അത് ശരിയാണ് സ്വാമി. എന്നാൽ ആ പണം, സത്യം, നീതി, വിശ്വാസം, ഇതിന് കിട്ടുന്ന പ്രതിഫലമായിരിക്കണോ ആ പണം? സ്വാമി, ഞാൻ വരട്ടെ സ്വാമി. വിശ്വനാഥ, ജീവിക്കാൻ എന്താണ് വേണ്ടതെന്ന് നിനക്ക് മനസ്സിലായി. ഇനി നിന്റെ ജീവിതത്തിൽ ഉയർച്ചയായിരിക്കും, താഴ്ച ഉണ്ടാവില്ല. നന്നായി വരും. ശരി സ്വാമി. കരുണയും സ്നേഹവും ഈശ്വരവരദാനം. ആ വഴി സഞ്ചരിച്ച് നല്ലവനായി വരൂ. ഒന്നും വേണ്ടാതെ നീ ഇപ്പോൾ പോകുന്നു. പക്ഷെ ഒരിക്കൽ നിനക്കെന്നെ ആവശ്യം വരുമ്പോൾ നീ തേടി വരും. അതുവരെ നിനക്ക് വേണ്ടി ഞാനിവിടെ കാത്തിരിക്കും. ഇനിമേ നമ്മളാണെവിടെയും നമ്പർ 1. ഇനിയും തടയുവാനാവും
കെട്ടി വലിച്ചെടുക്കാമെന്ന് ഇനിയും നിങ്ങൾ കരുതരുത്. കുഴിയിൽ വീണു നാം നോക്കുമ്പോൾ കനകശൈലങ്ങൾ തെളിഞ്ഞു